വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. ഒരുക്കങ്ങൾ കൂടുതൽ ബ്യൂട്ടിഫുൾ ആവുന്നു. സ്വപ്നങ്ങളിൽ പുത്തൻ വർണ്ണങ്ങൾ നിറഞ്ഞെത്തുന്നു. ഇനി ഓരോ കല്യാണങ്ങളും ആഘോഷങ്ങളും കളർഫുൾ ആവുന്നു. നിങ്ങളുടെ മനസ്സറിഞ്ഞ കളക്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അനേകം സെലക്ഷനുകളുമായി നിങ്ങൾ ആഗ്രഹിച്ച വിലക്കുറവിൽ വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പുകളിൽ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരംഗത്തിനായി പാർട്ടികൾ തിരക്കിട്ട ചർച്ചയിൽ. ചേലക്കര, പാലക്കാട് എന്നിവിടങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലേക്കാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചർച്ചകൾ ഊർജിതമാക്കിയിട്ടുള്ളത്. ചേലക്കരയിൽ കെ രാധാകൃഷ്ണന് പകരം UR പ്രദീപിന്റെ പേരും ഉയർന്നുവരുന്നുണ്ട്. UR പ്രദീപ് ചേലക്കര മണ്ഡലത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ MLA ആയിരുന്നു. UDFന്റെ സ്ഥാനാർത്ഥിയായി രമ്യ ഹരിദാസിന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. രമ്യ ഹരിദാസ് MP ആയിരിക്കെ ചേലക്കര നിവാസികൾക്ക് അറിയപ്പെടുന്നയാൾ കൂടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ TN സരസുവിനെയാണ് നിയമസഭയിലേക്കും BJP മത്സരിപ്പിക്കുക. പാലക്കാട് UDF സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിനെയും VT ബൽറാമിനെയുമാണ് മത്സരിപ്പിക്കുക എന്നതാണ് വിവരം. VT ബൽറാമിനെ പോലെ ഒരാളെ ഇറക്കിയാൽ ജയിച്ചു കയറാൻ സാധ്യതയുണ്ടെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. BJPയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട്, തൃശൂരിൽ സുരേഷ് ഗോപിയെ ഇറക്കി പരീക്ഷിച്ച പോലെ നടൻ ഉണ്ണി മുകുന്ദനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനാണ് BJPയുടെ ശ്രമം. കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ കൃഷ്ണകുമാറിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.